ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് വർക്കുണ്ടായിരുന്ന വണ്ടി താറാണ്. അപ്പൊ താറ് നമുക്ക് നേരെ ഷോറൂമിൽ ഇറങ്ങി നേരെ നമ്മുടെ അടുത്തോട്ടാണ് വന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് DRL, ഫോഗ് ലാമ്പ്, അതേപോലെ ഹെഡ് ലാമ്പ്, ഗ്രില്ല്, അതേപോലെ തന്നെ ഡമ്മി സ്നോക്കല്, അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വർക്കുകളും അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്ന് വർക്കിനുള്ള വണ്ടി താറാണ്. അപ്പം താറിനകത്ത് നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഗ്രില്ല്, അതേപോലെ തന്നെ ഹെഡ് ലാമ്പ്, DRL, ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ ടെയിലൈറ്റ്, ഡോർ ഗ്രാബ്, അതേപോലെ തന്നെ ഇവിടുത്തെ നമ്മളെ പുഷ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെയിലൈറ്റ്, റിഫ്ലക്ടർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് താറിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ആന്റി ഗ്ലെയർ, കൂളിംഗ്, അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എടുത്തിരിക്കുന്ന ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പൊ ഈ ഹെഡ് ലാമ്പ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടൈലൈറ്റ്, ഓക്കെ, നമ്മളെ എക്സിന്റെ ടൈലൈറ്റ് ആണ്, സ്കാനിങ് ടൈപ്പ് വരുന്ന ടൈലൈറ്റ്. പിന്നെ നമുക്ക് 3 ഇഞ്ച് ട്രൈ കളർ ഫോഗ് ലാമ്പാണ്. ഇതിനകത്ത് ഡിമ്മും ബ്രൈറ്റും അവൈലബിൾ ആയിട്ടുള്ള ഫോഗ് ലാമ്പാണ്. അതിന്റെ ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് DRL വിത്ത് ഇൻഡിക്കേറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനെ ഗ്രില്ലാണ്. ഗ്രില്ല് നമുക്ക് സെൻട്രലിലേക്ക് റെഡ് വരുന്ന മോഡലിലെ ഗ്രില്ലാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഒക്കെ നോർമൽ സാധാ ഹാലജൻ ബൾബ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഹെഡ് ലാമ്പ് ആണെങ്കിലും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ഫോഗ് ലാമ്പ് എല്ലാം വന്നിരിക്കുന്നത് ഫുൾ ഹാലജനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ DRL, അതേപോലെ ഫോഗ് ലാമ്പ്, ഗ്രില്ല്, ഇങ്ങനെയുള്ള വർക്കുകളാണ് കേട്ടോ മെയിനായിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം. ഇതിന്റെ ബമ്പർ കാര്യങ്ങളെല്ലാം ഫുൾ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന്റെ പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റിലെ. നമ്മൾ ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ റിഫ്ലക്ടർ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മോഡൽ റിഫ്ലക്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ അതിനെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് നമുക്ക് അകത്ത് സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടൈലൈറ്റ് ആഡ് ചെയ്താൽ മതി. ടൈലൈറ്റ് ആഡ് ചെയ്യാൻ നേരത്ത് ടൈലൈറ്റിനകത്ത് മാത്രം നമ്മൾ ഇതിന്റെ കണക്ഷൻസ് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാര്യം റീപ്ലേസ്മെന്റ് ആണ്. നമ്മളതിനകത്തുള്ള സ്റ്റോക്ക് ഈ ഒരു സാധനമാണ്. ഇതിനെ മാറ്റിയിട്ട് ഇത് ഡമ്മിയാണ്, ജസ്റ്റ് ഡമ്മി മാത്രമാണ്. അതിനകത്ത് വേറെ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് മാറിയിട്ടാണ് നമ്മൾ റിഫ്ലക്ടർ LED വരുന്നത്. ഇതിനകത്ത് ബ്രേക്ക്, പാർക്ക്, ഇൻഡിക്കേറ്റർ ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ, ഈ ഒരു റിഫ്ലക്ടറിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള നമ്മളെ X ടൈപ്പ് ടൈലൈറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്തു. നമ്മൾ ഹെഡ്ലൈറ്റിന്റെ വർക്കാണ് ഫസ്റ്റ് പറയുന്നത്. കാര്യം നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് വർക്ക് എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് വെക്കണം. ഹെഡ്ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ല് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബമ്പർ കാര്യങ്ങളെല്ലാം ഫുള്ള് സെറ്റ് ചെയ്യാൻ പറ്റും. കാര്യം അതിനകത്ത് ഹെഡ്ലൈറ്റ് വെക്കണമെങ്കിൽ ബമ്പർ അതേപോലെ തന്നെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ് ഫസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ ഹെഡ് ലാമ്പ് കൂടെ സെറ്റ് ചെയ്യാറുണ്ട്. ഇത് സെറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് DRL ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്ന ഈ ഒരു പീസ് നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യണം. ഫുള്ള് റീപ്ലേസ്മെന്റ് ആണ്. അതിനകത്ത് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ താറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഗ്രില്ല് വെച്ചു, ഹെഡ് ലാമ്പ്, അതേപോലെ നമ്മൾ DRL കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടൈലൈറ്റ്, റിഫ്ലക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കൂളിംഗ് പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടന്ന് പേപ്പർ ചെയ്യുന്നുണ്ട്. നമ്മളെ X ടൈപ്പ് ടൈലൈറ്റ്, അതേപോലെ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി വെച്ചാൽ ബമ്പർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബമ്പർ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു വർക്ക് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റെപ്പും അതേപോലെ ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. താറിന്റെ ഡമ്മി സ്നോർക്കറാണ് കേട്ടോ. അപ്പൊ ഈ സാധനം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ ഫുള്ള് സിലിക്കോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്കോൺ വെളിയിലോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുള്ള് മാസ്കിങ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലാണ് കേട്ടോ സിലിക്കോൺ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യണം. ചെയ്യുന്ന ഒരു മാക്സിമം ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഇത് വെച്ചിട്ട് ഒരു കാര്യം പാടാണ്, നല്ല ടൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇമ്പാക്റ്റിന് അടിച്ച് ഊരാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഈ ഒരു സാധനം വെച്ച് നമുക്ക് ഫുള്ള് ടൈറ്റ് ആണ്. ഈ ടൈറ്റ് നമുക്ക് ഈ കിച്ചണിൽ അടിച്ചു ഊരുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിട്ട് ഊരിയ ശേഷം മാത്രമാണ് നമുക്ക് ഈ സംഭവം ആഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി നിൽക്കാം. ഇത്രയും നല്ല സ്ട്രോങ് ആണ് ഈ ഒരു സാധനം വരുന്നത്. അങ്ങനെ നമ്മളെ താറിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഗ്രില്ല് ചേഞ്ച് ചെയ്തു, ഹെഡ് ലാമ്പ്, അതേപോലെ DRL, ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുക. ഫുള്ള് നമ്മൾ റീപ്ലേസ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഫുള്ള് നമ്മൾ റീപ്ലേസ്മെന്റ് ആൻഡ് കപ്ലെയർ ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അപ്പോൾ അതിന്റെ വർക്കിംഗ് കൂടെ ജസ്റ്റ് കാണിച്ചു തരാം.
നമ്മളെ ഫോഗ് ലാമ്പ് വരുന്ന ഡ്രൈ കളറാണ്. അത് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ 2 ഇഞ്ചും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് 1ന്റെ 3 കളറാണ്. ഡിമ്മും ബ്രൈറ്റും നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് DRL വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റോക്ക് വന്ന DRL LED ആണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും നമുക്ക് LED അല്ല വരുന്നത്. പോരാതെ ഇത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഇൻഡിക്കേറ്റർ ആണ് വന്നിരിക്കുന്നത്. അതേ സെയിം തന്നെയാണ് നമ്മുടെ ഹെഡ് ലാമ്പിനുള്ളിലും വന്നിരിക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്ററും എല്ലാം വന്നിട്ടുണ്ട്, മാട്രിക്സ് ഇല്ല. നോർമൽ ഈ കാണുന്ന DRL ഫുള്ള് നമുക്ക് യെല്ലോ കളർ, അതായത് ഇൻഡിക്കേറ്റർ ആയിട്ട് വരും. പോരാത്തിന് ഇതിനകത്ത് വെൽക്കം ടൈപ്പ് ഉണ്ട്, അതായത് ഒരു സ്കാൻ ടൈപ്പ് വരുന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടായിരിക്കും നമുക്ക് DRL കാര്യങ്ങളൊക്കെ വരുന്നത്. പോരാത്തിന് നമ്മൾ 7 സ്ലോട്ട് ഗ്രില്ലാണ് എടുത്തിരിക്കുന്നത്. പോരാത്തിന് അതിന്റെ സെൻട്രലിൽ ഒരു വശത്തായിട്ട് നമുക്ക് റെഡ് പ്രൊജക്റ്റിംഗ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബമ്പറോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡമ്മി സ്നോർക്കലാണ്. അത് നമ്മൾ ജസ്റ്റ് സിലിക്കോണിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡമ്മിയാണ്. പിന്നെ നമുക്കിവിടെ ചവിട്ടി കയറാനായിട്ട് IG ഗ്ലോബലിന്റെ ഒരു പുട്ചപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുള്ള് അലോയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെയിലൈറ്റ് ആണ്. ടെയിലൈറ്റ് നമ്മൾ X ടൈപ്പ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്കാനിങ് ടൈപ്പ് കൂടെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ടെയിലൈറ്റ്. അതേപോലെ നമ്മൾ റിഫ്ലക്ടറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മളെ ടെയിലൈറ്റിനകത്ത്. ജസ്റ്റ് ഞാൻ അതിന്റെ വർക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ടെയിലൈറ്റ് വന്നിട്ട് ഫുള്ള് സ്കാനിങ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിന് സ്കാൻ ആയിട്ട് വരുന്നത് ഫുള്ള് സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പോരാത്തിന് ഇവിടെ ഒരു 4 ഡോട്ട് നമുക്ക് പാർക്കോഡ് വന്നിട്ടുണ്ട്. പോരാത്തിന് ഇവിടെ നമുക്ക് മാട്രിക്സ് ഇൻഡിക്കേറ്ററും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ റിഫ്ലക്ടറിനകത്ത് ബ്രേക്ക്, പാർക്ക്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ റിഫ്ലക്ടറിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, മാട്രിക്സ് ഇൻഡിക്കേറ്റർ ആണ്. ഈ 2 പോർഷനിലാണ് നമുക്ക് മാട്രിക്സ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതേപോലെ നമ്മൾ റിഫ്ലക്ടർ നോർമലിൽ തന്നെയാണ് വരുന്നത്. അതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ ആണ്. പക്ഷെ നമ്മളെ റിഫ്ലക്ടറിനകത്ത് സ്കാനിങ് ടൈപ്പ് കാര്യങ്ങളൊന്നുമില്ല. സ്കാനിങ് ടൈപ്പ് വരുന്ന റിഫ്ലക്ടർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്ന ബാക്ക് വ്യൂ ഉണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ ബാക്കിനകത്ത് നമുക്ക് ടെയിലൈറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ള് റീപ്ലേസ്മെന്റ് ആണ്. ഇതിനകത്ത് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന വയർ കട്ടിങ്, ഒരു വാറണ്ടി ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നത് നമുക്ക് വയറിംഗ് ആയിട്ട് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല, അതായത് വാറണ്ടി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് DRL മാട്രിക്സ് ഇൻഡിക്കേറ്റർ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഹെഡ് ലാമ്പിനകത്ത് നമുക്ക് ചുറ്റും, അതായത് ഈ റൗണ്ട് ഫുള്ള് റിംഗ് ആണ് വന്നിരിക്കുന്നത്. ആ റിംഗ് ഫുള്ള് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ വരുന്നത്. അതിനകത്ത് വൈറ്റും അതേപോലെ തന്നെ ബ്ലൂവും പിന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ ആയിട്ട് യെല്ലോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ലുക്ക് ഈ ഒരു ലുക്ക് ബേസ് വരുന്നത് കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ട്, അതായത് നമ്മളെ ഡോർ ഗ്രാബ് ഹാൻഡിലാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു സംഭവം കേട്ടോ. ഇതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിന്റെ സ്ക്രൂവിന്റെ ഇതിന്റെ കൂടെ വരുന്ന സ്ക്രൂവിന് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അത്രയും ലെങ്ത് നമുക്കുണ്ട്. അപ്പോൾ ആ സ്ക്രൂവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാര്യം ലൈറ്റ് പോണതിന് മുമ്പ് നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള പ്ലാനിലാണ് ഞാൻ സെറ്റ് ചെയ്തത്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ താറിൽ കൂളിംഗ് പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കാർ വേറിന്റെ സ്മോക്കി ലൈറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 50% വിസിബിലിറ്റി പേപ്പറാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫോഗ് ലാമ്പിന് വെട്ടോടെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഈ ഒരു ലൈറ്റ് തന്നെ അത്യാവശ്യം നല്ല വെട്ടുണ്ട്. കാര്യം നമ്മൾ ഈ വണ്ടി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റി ആയിട്ട്, അതായത് 150 വാട്ട്സ് ആണ് ഒരു ഫോഗ് ലാമ്പിൽ നിന്ന് വരുന്നത്. അതേപോലെ നമ്മളെ ഹെഡ് ലാമ്പും അത്രയും എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മളെ ഹെഡ് ലാമ്പിന്റെ വെട്ടവും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡ്രൈ കളർ ഫോഗ് ലാമ്പ്, അത് യെല്ലോ ഇട്ടിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പിന്റെ വെട്ടാണല്ലേ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. കാര്യം നമ്മൾ അകത്ത് ആ റൂമിനകത്ത് ഫുള്ള് വെട്ടം കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റും. അത് ഓഫ് ആകുന്നിട്ട് കറക്റ്റ് അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല വെട്ടമാണ് കേട്ടോ. വീഡിയോസ് കാണുന്നതൊക്കെയല്ല, നല്ല ക്വാളിറ്റി, അതായത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. ഡ്രൈ കളർ ഫോഗ് ലാമ്പും അതേപോലെ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പും. അതേപോലെ ഡ്രൈ കളർ ഫോഗ് ലാമ്പ് മാത്രം മതി കേട്ടോ നമുക്ക് ഓട്ടിക്കാനായിട്ട്. കാര്യം അത്രയ്ക്കും വെട്ടം കാര്യങ്ങളുണ്ട്. കാര്യം സ്വിഫ്റ്റിലും അങ്ങനെയുള്ള വെഹിക്കിൾസിലൊക്കെ യൂണിവേഴ്സലായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഡ്രൈ കളർ ഫോഗ് ലാമ്പ്. അപ്പം ഇത്രയാണ് കേട്ടോ നമ്മളെ താറിലേക്കുള്ള വർക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളെ താറിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരുപാട് വർക്കുകൾ ചെയ്തായിരുന്നു. ഗ്രില്ല്, ഫോഗ് ലാമ്പ്, ഹെഡ് ലാമ്പ്, DRL, ഡോർ ഗ്രാബ്, ഡോർ ഹാൻഡിൽസ്, സ്നോർക്കല്, ടെയിലൈറ്റ്, അതിന്റെ റിഫ്ലക്ടർ, കൂളിംഗ് പേപ്പർ, അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തായിരുന്നു. അപ്പൊ വർക്കിന്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തീരണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.